ഇറാനിലെ മിനാബിലെ സ്കൂളിൽ ഇസ്രായേൽ മിസൈലുകൾ പതിച്ച് 40 കുട്ടികൾ കൊല്ലപ്പെട്ടു. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ കൊട്ടാരം തകർന്നെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ സൈനിക മേധാവി അമീർ ഹത്താമി കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. UAE, ഖത്തർ, അബുദാബി എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. മെറിൻ, എല്ലായ്പ്പോഴും യുദ്ധത്തിന്റെ ഏറ്റവും മോശം വശം അനുഭവിക്കേണ്ടി വരിക സ്ത്രീകളും കുട്ടികളുമാണെന്ന് പറയാറുണ്ട്. അതിനെ ശരിവെക്കുന്ന തരത്തിൽ യുദ്ധവാർത്തകൾ റിപ്പോർട്ട് ചെയ്ത ആദ്യ മണിക്കൂറിൽ തന്നെ ഒരു സ്കൂളിന് നേരെയുണ്ടായ ആക്രമണം, അവിടെ ജീവൻ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിവരങ്ങൾ ഒക്കെ വരുന്നു. അതിന് പിന്നാലെ മറ്റു ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന സൂചനകൾ എന്തൊക്കെയാണ് ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട? അസിത, പശ്ചിമേഷ്യ യുദ്ധക്കളമായിരിക്കുന്നു. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ സംയുക്ത സൈനിക നീക്കമാണ് ഇതിന് കാരണമായിരിക്കുന്നത്. ഓപ്പറേഷൻ ലയൺ സ്റ്റോർ എന്ന പേരിലായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണമെങ്കിൽ അമേരിക്ക അതിന് നൽകിയിരിക്കുന്ന പേര് എപ്പിക് ഫ്യൂറി എന്നാണ്. അത്രത്തോളം ഉഗ്രകോപം എന്ന് തന്നെയാണ് അമേരിക്ക അതിന് നൽകിയിരിക്കുന്ന പേര്. ഈ ഒരു ആക്രമണത്തിനെ തുടർന്നാണ് ഇപ്പോൾ പശ്ചിമേഷ്യ യുദ്ധക്കളമായിരിക്കുന്നത്. അതിനു പിന്നാലെ ഇപ്പോൾ ഇറാനും ഇസ്രായേലും തിരിച്ചടിച്ചു കഴിഞ്ഞു. ഇറാൻ അമേരിക്കയുടെ ഗൾഫ് മേഖലകളിലെ സൈനിക കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ആക്രമണം. മാത്രമല്ല, ഇറാൻ ലക്ഷ്യമിടുന്നത് ഇസ്രായേലിനെയും കൂടെ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിലെ മിനാബിലെ സ്കൂളിൽ 40 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്, അവിടെയാണ് ഈ ഒരു ആക്രമണം നടന്നത്. ഈ മിനാബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറാന്റെ സൈന്യമായിട്ടുള്ള IRGCയുടെ ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഈ മിനാബിലാണ്. അവിടെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ മരണസംഖ്യ 40 ആയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു ആക്രമണമെല്ലാം ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനെയും അതുപോലെ തന്നെ ഇറാൻ പ്രസിഡന്റിനെയുമാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നേരത്തെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു ആക്രമണത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് പുറത്തുവിട്ട വീഡിയോയിൽ, അത് 8 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ്, അതിൽ ഭരണമാറ്റത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അതിന് ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ. ആയത്തുള്ള ഖമനയുടെ കൊട്ടാരത്തിന് നേരെ ആക്രമണമുണ്ടായി. ആ ഒരു കൊട്ടാരം പൂർണ്ണമായും തകർന്നെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും സംയുക്ത സൈനിക നീക്കത്തിലൂടെ പശ്ചിമേഷ്യ യുദ്ധക്കളമായിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുകയാണ്. അത് ഗൾഫ് രാജ്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പ്രസ്താവന എങ്ങനെ വന്നിരിക്കുന്നത്. അതായത്, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് അമേരിക്കയോ ഇസ്രയേലോ നിങ്ങൾ സഹായിക്കരുത്. അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ഒരിക്കലും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളാക്കാൻ അനുവദിക്കരുതെന്നുകൊണ്ട് ഗൾഫ് മേഖലയെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.